അതുപോലെ തന്നെ ക്രിയാത്മകമാണ് എഴുതാതിരിക്കുക എന്നുള്ളതും കൂടി. എനിക്ക് കൃത്യമായിട്ട് പറയാം, കാഴ്ച എന്ന് പറയുന്ന കഥയാണ് അദ്ദേഹം അവസാനം എഴുതിയത്. അതുപോലെ വാരണാസി എന്ന് പറയുന്ന നോവലാണ് അവസാനം എഴുതിയത്. ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഏതാണ്ട് 2.5 പതിറ്റാണ്ട് കഴിഞ്ഞു. 2.5 പതിറ്റാണ്ട് കാലം കേരളം നെഞ്ചേറ്റുന്ന ഒരു എഴുത്തുകാരൻ ഒന്നും എഴുതാതിരുന്നു, ഒരു കഥയോ നോവലോ എഴുതാതിരുന്നു എന്നുള്ളത്. അതുപോലെ രണ്ടാമൂഴം എന്ന് പറയുന്ന തിരക്കഥ അത് പൂർത്തിയാക്കി കണ്ടിട്ട് വേണം മരിക്കാൻ എന്ന് വളരെ ആഗ്രഹിച്ച ഒരാളായിരുന്നു. പക്ഷേ നിയമത്തിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് അത് ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല. മരിക്കുന്നതിനൊക്കെ ഒരു 2-3 മാസം മുമ്പ് വരെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീകുമാർ മേനോനും ഒക്കെ ആയിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം അങ്ങേയറ്റം അസ്വസ്ഥനായിരുന്നു. കാരണം മലയാളത്തിൽ ഈ തിരക്കഥ വളരെയേറെ ശ്രമപ്പെട്ട് എഴുതിയാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളുടെ കാര്യം, അതിൻ്റെ വേഗത നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഏറ്റവും കൂടുതൽ രചനകൾ അദ്ദേഹത്തിൻ്റെ സംവിധാനം ചെയ്തിട്ടുള്ളത്. അത് എഴുതുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഒരു സിനിമ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഡ്രാഫ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു എഴുത്തിടത്തേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ മദ്രാസിലെ ബാംഗ്ലൂരിലോ ഒക്കെ പോയിരിക്കുകയും 3 ദിവസം കൊണ്ട് ഒരു തിരക്കഥ എഴുതി തീർക്കുകയും ഡ്രാഫ്റ്റ് എഴുതി തീർക്കുകയും പിന്നത്തെ 3 ദിവസം കൊണ്ട് അത് പകർത്തി എഴുതുകയും 7-ാം ദിവസം സംവിധായകന് സ്ക്രിപ്റ്റ് കൈമാറുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. ആ സിനിമകളൊക്കെ തന്നെ ഏതാണ്ട് 100 ദിവസവും 150 ദിവസവും ഓടിയിരുന്ന സിനിമകളാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. അതേസമയം വടക്കൻ വീരഗാഥ എഴുതിയ സമയത്താകട്ടെ, പെരുന്തച്ചൻ എഴുതിയ സമയത്താകട്ടെ, രണ്ടാമൂഴം എഴുതിയ സമയത്താകട്ടെ ഒക്കെ അദ്ദേഹത്തിന്, പഴശ്ശിരാജ എഴുതിയ സമയത്തൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഹോംവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ 3 ദിവസം എന്നുള്ള ഒരു പക്ഷേ 3 വർഷം വരെ ചെയ്തതിന് ശേഷമാണ്, വർക്ക് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം വടക്കൻ വീരഗാഥയുടെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രണ്ടാമൂഴം സിനിമയായി കാണുക. അത് പിന്നീട് ഇംഗ്ലീഷിലേക്കും തർജ്ജമ ചെയ്തിട്ട് ഏൽപ്പിച്ചതാണ്. പക്ഷേ ആ സിനിമയായി കാണുക എന്നൊരു ദൗത്യം പൂർത്തിയാകാതെയാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചത് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. അദ്ദേഹം മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ICUവിൽ ഞാൻ പോയി കണ്ടതാണ്. മുഖത്ത് മാസ്ക് ഒക്കെ വെച്ചിട്ട് യാതൊരു ഓർമ്മയുമില്ലാത്ത, സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഈ വേദനയുടെ ലോകത്ത് നിന്ന് അദ്ദേഹം മുക്തനാവണം എന്ന് ആഗ്രഹിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. എൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു. മകൻ്റെ കല്യാണത്തിൻ്റെ തലേന്നാണ് പെട്ടെന്ന് എനിക്കൊരു രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഒരു ഭയം തോന്നുകയും ഞാൻ പെട്ടെന്ന് പോയി ICUവിൽ പോയി അദ്ദേഹത്തെ കാണുകയും ചെയ്തത്. അത് കഴിഞ്ഞ് ക്രിസ്മസിൻ്റെ ദിവസം, അത് അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ തന്നെയുണ്ട്, ഒരു സുഹൃതം എന്ന് പറയുന്ന സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, തയ്യാറാക്കി വെച്ച ചരമ പേജ് ഉണ്ട്, പക്ഷേ ഇത് ഇറങ്ങുന്ന സമയത്തേക്ക് പത്രം ഇല്ലാത്ത ദിവസമാണ് ഇത് ഇറങ്ങിയെന്ന് പറഞ്ഞത്. അതുപോലെ എല്ലാ കേരളത്തിലെ പത്രങ്ങളും ആ മരണം പരമാവധി ആഘോഷിക്കാൻ തന്നെ ഞാൻ പറയും, സ്പെഷ്യൽ പതിപ്പുകളും അതിൻ്റെ പേജുകളും ഒക്കെ തയ്യാറാക്കി വെച്ചെങ്കിലും ക്രിസ്മസ് രാത്രിയിലാണ് അദ്ദേഹം മരിച്ചത്. പിറ്റേന്ന് പത്രമില്ല എന്നുള്ളത് ആലോചിക്കണം. അങ്ങനെയുള്ള ഒരു സമയത്താണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ എഴുതാതിരിക്കുക എന്ന് പറയുന്നതിനെ പറ്റി ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ 2.5 പതിറ്റാണ്ട് കാലം എഴുതിയില്ല